പ്രിയ കൂട്ടുകാരെ, 2024 സ്കൂൾ തലത്തിൽ ചോദിച്ച സ്വദേശ് മെഗാ ക്യൂസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ വേണ്ടി പോകുന്നുള്ളത്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. നമുക്ക് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒന്നാമത്തെ ചോദ്യം, വന്ദേ മാതരം ഗാനം പാടി പുഞ്ചിരി തൂക്കിക്കൊണ്ട് തൂക്കുമരത്തിലേക്ക് നടന്ന മലയാളിയായ സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? വന്ദേ മാതര ഗാനം പാടി പുഞ്ചിരി തൂക്കിക്കൊണ്ട് തൂക്കുമരത്തിലേക്ക് നടന്ന മലയാളിയായ സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? ഉത്തരം വക്കം അബ്ദുൾ ഖാദർ. വക്കം അബ്ദുൾ ഖാദർ ആണ് വന്ദേ മാതര ഗാനം പാടി പുഞ്ചിരി തൂക്കിക്കൊണ്ട് തൂക്കുമരത്തിലേക്ക് നടന്ന മലയാള സ്വാതന്ത്ര്യ സമര സേനാനി. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ലളിതമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു മലയാള ഗ്രന്ഥമാണ് കെ തായാട്ടിൻ്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ. ഗ്രന്ഥകാരന്റെ പൂർണ്ണനാമം എന്താണ്? ചോദ്യം ഇതാണ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് ലളിതമായി അവതരിപ്പിച്ചിട്ടുള്ള ഒരു മലയാള ഗ്രന്ഥമാണ് കെ തായാട്ടിൻ്റെ നാം ചങ്ങല പൊട്ടിച്ച കഥ. ഗ്രന്ഥകാരന്റെ പൂർണ്ണനാമം ഏതാണ്? ഉത്തരം തായാട്ട് കുഞ്ഞനന്ദൻ. കെ തായാട്ടിന്റെ പൂർണ്ണനാമം തായാട്ട് കുഞ്ഞനന്ദൻ. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ന്യൂഡൽഹി. അടുത്ത ചോദ്യം, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ആദ്യമായി എത്തിയ മദർഷിപ്പിന്റെ പേരെന്ത്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ആദ്യമായി എത്തിയ മദർഷിപ്പിന്റെ പേരെന്താണ്? ഉത്തരം സാൻ ഫെർണാണ്ടോ. സാൻ ഫെർണാണ്ടോയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൽ ആദ്യമായി എത്തിയ മദർഷിപ്പ്. വീശിയെത്തുന്ന കുളിർക്കാറ്റ് പോലെ, ദളമർമരം പോലെ, പ്രശാന്തമായ പ്രവാഹം പോലെ, തേനരുവി പോലെ, അത്രയും ഹൃദ്യം, മധുരം, വശ്യം. ആരുടെ പ്രസംഗത്തെയാണ് കെ തായാട്ട് ഇങ്ങനെ വിശേഷിപ്പിച്ചത്? ചോദ്യം, വീശിയെത്തുന്ന കുളിർക്കാറ്റ് പോലെ, ദളമർമരം പോലെ, പ്രശാന്തമായ പ്രവാഹം പോലെ, തേനരുവി പോലെ, അത്രയും ഹൃദ്യം, മധുരം, വശ്യം. ആരുടെ പ്രസംഗത്തെയാണ് കെ തായാട്ട് ഇങ്ങനെ വിശേഷിപ്പിച്ചത്? ഉത്തരം ഗാന്ധിജി. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരള സന്ദർശനം നടത്തിയ വർഷം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി കേരള സന്ദർശനം നടത്തിയ വർഷം ഏത്? ഉത്തരം 1925. 1925. അടുത്ത ചോദ്യം, 2024 ലോക T20 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ പ്ലെയർ ഓഫ് ദി സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം ആര്? 2024 ലോക T20 ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ പ്ലെയർ ഓഫ് ദി സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരം. ഉത്തരം ജസ്പ്രീത് ബുംറ. ഉത്തരം ജസ്പ്രീത് ബുംറ. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? ഗാന്ധിജിയുടെ അറസ്റ്റിന് ശേഷം ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് തിയാബ്ജി. അബ്ബാസ് തിയാബ്ജി. കരിയിലയിൽ വീണ കനൽ തരി എന്ന് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏത് സംഭവത്തെയാണ് കെ തായാട്ട് വിശേഷിപ്പിച്ചത്? കരിയിലയിൽ വീണ കനൽ തരി എന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഏത് സംഭവത്തെയാണ് കെ തായാട്ട് വിശേഷിപ്പിച്ചത്? ഉത്തരം ബംഗാൾ വിഭജനം. കൂടുതൽ ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ